നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പോകുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത റിസോർട്ടിലേക്കാണ് പോകുന്നത് അല്ലേ? മേപ്പാടിക്ക് അടുത്തുള്ള ജംഗിൾ ബീച്ച് റിസോർട്ടിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമ്മൾ ജംഗിൾ ബീച്ച് ഓൾറെഡി നമ്മൾ മേപ്പാടി എത്താനായി. മേപ്പാടി അടുത്ത് ജംഗിൾ ബീച്ച് എന്നൊരു കിടിലൻ റിസോർട്ട് ഉണ്ട്. അപ്പോൾ പറഞ്ഞു കേട്ടു കിടിലനാണോ അല്ലെന്നുള്ളത് നമുക്കവിടെ പോയി നോക്കിയിട്ട് അനുഭവിച്ചറിയാം, നേരിട്ട് അനുഭവിച്ചറിയാം. നല്ല മഴയാണ്. ഞങ്ങളിവിടെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറേയൊക്കെ മിസ്സായി. നാളെ നടക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി മേപ്പാടി ജംഗിൾ ബീച്ച് റിസോർട്ട്സിന്റെ കാഴ്ചകളും വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഞാൻ മനോജ് കുമാർ, രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്നീസ്. മേപ്പാടി എത്തി. മേപ്പാടിയിൽ നിന്ന് നല്ല മേഘങ്ങളാണ്, അതുകൊണ്ട് വിഷ്വൽസ് ഒന്നും അത്ര ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, സ്റ്റൈലുണ്ടാവില്ല. നല്ല വെളിച്ചുള്ള സമയമാണെങ്കിൽ മേപ്പാടിയാണ് അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കാണാൻ. നമുക്ക് നേരെ സൈൻ ബോർഡിന് നേരെ പോയി കഴിഞ്ഞാൽ ഊട്ടിയാണ്. ഇവിടെ റൈറ്റ് പോയി കഴിഞ്ഞാൽ ചെമ്പ്ര പീക്ക്. അപ്പോൾ നമ്മൾ ചെമ്പ്ര പീക്കിന്റെ റോഡിലാണ് പോണത്. ലെഫ്റ്റാണ് പോണത്. മേപ്പാടി ജംഗ്ഷനിൽ നിന്ന് മേപ്പാടി ചൂരൽമല റോഡിലേക്കാണ് നമ്മൾ നല്ല കാലാവസ്ഥ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്രയാണ്. വയനാട്ടിലാണെങ്കിൽ കുറെ നമ്മൾ കഴിഞ്ഞ വയനാടിന്റെ സീരീസിലും കുറെ തേയിലത്തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങനെ വണ്ടി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്ലാന്റേഷൻ. മേപ്പാട്ട് റോഡ് മാത്രമേ ഉള്ളൂ ലേശം മോശം. എന്താ സ്റ്റൈൽ! അപ്പൊ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ വ്യൂ ആയിരുന്നു. അതെ, ലൈറ്റ് ഇല്ലാണ്ട് ഇത്ര. ഇപ്പൊ മേപ്പാടി താഞ്ഞിലോട് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ ജംഗിൾ ബീച്ച് റിസോർട്ടിലേക്ക് പോകാട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്തുണ്ട്. ചെറിയ റോഡാണ്. അപ്പം അല്ലേ, ഈ അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞിട്ട് ഈ ഒരു റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ജംഗിൾ ബീച്ചിലെത്തും. അപ്പോൾ നമ്മൾ ജംഗിൾ ബീച്ചിലെത്തി. അപ്പോൾ നമ്മൾ എത്തിയ സമയം തന്നെ രാത്രിയാണ്, നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമുക്ക് റൂമത്തെ കാഴ്ച കാണാം. അങ്ങനെ ഞങ്ങൾ ജംഗിൾ ബീച്ച് റിസോർട്ട്സിനുള്ളിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ റിസപ്ഷൻ നേരെ മുകളിലും റൂംസൊക്കെ താഴെ മറ്റേ കോട്ടേജ്. ഞങ്ങൾ നിൽക്കുന്ന ഒരു ട്രീ ഹൗസ് മാതിരി സെറ്റപ്പിലാണ്. മുകളിലും താഴെ ആയിട്ട് കേട്ടോ. ഷെയറുണ്ട്. റൂമിന്റെ സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് റൂം. റൂമിലിതാ ഒരു ബെഡ്, മക്കളൊക്കെ പഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു ടീ കോഫി മേക്കർ സെറ്റപ്പും കാര്യങ്ങളുണ്ട്. ഒരു ടി വി ഉണ്ട്. പിന്നെ ബാത്റൂം എങ്ങനെയുണ്ട്? ഒരു ആവറേജ് ബാത്റൂമാണ്. നമുക്കിനി റൂമിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം. പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. അതുകൊണ്ട് ക്യാമറ എത്രത്തോളം പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും നമുക്ക് നോക്കി നോക്കാം. താഴെ കണ്ടോ, നമ്മൾ ആ ഒരു സ്ട്രീമും കാര്യങ്ങളൊക്കെ നല്ല കലങ്ങി മറഞ്ഞു പോകുന്നതുണ്ടോ? ഈ കാഴ്ച എന്നുണ്ടെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള കോട്ടേജസൊക്കെ ലൈറ്റൊക്കെ ഇട്ട കാഴ്ചയാണ്. നല്ല സ്റ്റൈലൻ വ്യൂ ആണ്. പക്ഷേ ക്യാമറയിൽ എത്രത്തോളം ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് നമ്മളെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് കേട്ടോ. നമ്മുടെ കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളവിടെ ഓർഡർ ചെയ്ത് പറഞ്ഞാണ് നേരത്തെ. ആ സമയത്ത് അവർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. നമ്മളെ 9ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. നമ്മളത് കിഡിലനായിട്ട് ഈ ജംഗിൾ ബീച്ചിൽ നിന്ന് ആഘോഷിച്ചു. രാവിലെ ആയപ്പോഴത്തേക്കും മഴയൊക്കെ മാറി ആകാശമൊക്കെ നല്ല തെളിഞ്ഞ് നീല കളറായിട്ടുണ്ട്. അതിന് കൂടുതൽ ജംഗിൾ ബീച്ചിൻ്റെ ആ ഒരു സ്റ്റൈൽ തന്നെ മാറി കേട്ടോ. ഇതാണ് ഇവിടുത്തെ റിസപ്ഷനും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഉള്ളത്. രാവിലെ ഞങ്ങൾ
ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റിനുള്ള അറേഞ്ച്മെൻറ്റ് നോക്കുകയാണ്. റെസ്റ്റോറൻറ്റിലേക്ക് പോകണം, അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ രശ്മി ഫുഡിന് ഈഗർലി വെയിറ്റിംഗ് ആണ് കേട്ടോ. ഫുഡ് എന്ന് പറഞ്ഞാൽ കിഡിലൻ ഫുഡാണ്. നല്ല ബ്രെഡ് ടോസ്റ്റ് ചെയ്തതുണ്ട്, പൂരിയുണ്ട്, പുട്ടുണ്ട്, പഴം പുഴുങ്ങിയതുണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, ബ്രെഡ് ഓംലേറ്റ് ഉണ്ട്. അങ്ങനെ അടിപൊളി ഫുഡാണ്. നമ്മൾ ഫുഡ് എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഇതാണ് നമ്മളെ കാറ് പാർക്ക് ചെയ്ത സ്ഥലം അല്ലേ. ഒരു പാർക്കിംഗ് ലേശം സ്പേസ് കുറവാണ്. ഒരു 5-8 കാറിനുള്ള പാർക്കിംഗ് സ്പേസേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ട് ഇറങ്ങി പോകുന്നതാണ് ശരിക്കും റിസോർട്ട്. ഇത് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവരുടെ റെസ്റ്റോറൻറ്റും റിസപ്ഷനും കാര്യങ്ങളൊക്കെ. മെയിൻ എൻട്രൻസ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ സ്റ്റെപ്പുകളാണ്. ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി ഇങ്ങനെ താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ട്രീ ഹൗസ് സെറ്റപ്പിലുള്ള കോട്ടേജസ് കാണാം. ഇവിടെ റൈറ്റ് സൈഡിലേക്കായിട്ട് ഇവരുടെ ഒരു റിക്രിയേഷൻ ഹാളാണുള്ളത്. അതിൻ്റെ താഴോട്ടേക്കാണ് മറ്റ് കോട്ടേജുകളൊക്കെ കാണുന്നത്. ഈ യെല്ലോ കളറിൽ കാണുന്നതാണ് ഇവരുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടുള്ള കോട്ടേജ്. അധികം ആഡിലും നമ്മൾ കാണുന്നത് ഈ കോട്ടേജ് ആയിരിക്കും. ഞങ്ങൾ ഇപ്പോൾ ജംഗിൾ ബീഡ്സ് റിസോർട്ടിലാണുള്ളത്. അവിടെ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്, ക്യാമ്പ് ഏരിയ ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ്, ഊഞ്ഞാലോ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ ജംഗിൾ ബീഡ്സ് എന്നുള്ളത് ഒരു ട്രീ ഹൗസ് കൺസെപ്റ്റിലാണ് മിക്കവാറും എല്ലാ കോട്ടേജസും ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാവും. അതായത് റിസപ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഒരു ജസ്റ്റ് റോഡിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. താഴേക്ക് നല്ല വ്യൂ ആണ്, നല്ല സ്ട്രീമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇന്നലെ രാത്രി ഞങ്ങളിവിടെ എത്തിയപ്പോൾ രാത്രി വല്ലാതെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്ന് മോർണിംഗ് ഉള്ള വ്യൂസാണ് ഇപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. രാത്രി ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. മഴ പെയ്ത സമയത്ത് നല്ലോണം ഈ സ്ട്രീമിൽ കൂടെയൊക്കെ നല്ല വെള്ളം പൊന്തി നല്ല പോലെ വെള്ളം എന്താ പറയുക കലങ്ങി മറിഞ്ഞ് പോവായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും സ്ട്രീമൊക്കെ നല്ല ക്ലിയറായി, നല്ല ക്ലീൻ വാട്ടറായിട്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളത്തിലൊന്ന് കളിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ച കോട്ടേജാണ് ഈ കാണുന്നത്. ഈ 2 കോട്ടേജിലാണ് ഞങ്ങൾ താമസിച്ചത്. ബാക്കി ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രീ ഹൗസ് കൺസെപ്റ്റിലാണ് കംപ്ലീറ്റ്. ഇവിടുത്തെ റിസപ്ഷൻ ആണെങ്കിലും അതേമാതിരി ഇവിടുത്തെ ഹോട്ടലാണെന്നുണ്ടെങ്കിലും റെസ്റ്റോറൻ്റ് ആണെന്നുണ്ടെങ്കിലും കംപ്ലീറ്റ് ഒരു ട്രീ ഹൗസ് കൺസെപ്റ്റിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മളെ ജംഗിൾ ബീഡ്സിൻ്റെ റിക്രിയേഷൻസിൻ്റെ പരിപാടിയാണ്. ചെറിയൊരു ക്യാരം ബോർഡ്, ചെറിയൊരു ഇൻഡോർ സെറ്റപ്പ്, ഒരു ക്യാരം ബോർഡ് മാതിരി ഒരു ചെറിയൊരു പ്ലേ. ഇനി നമ്മളെ റൂമിലത്തെ കാഴ്ച കാണാം കേട്ടോ. ഇന്നലെ രാത്രി നമുക്ക് വല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആ റിക്രിയേഷൻ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ ആ സ്ട്രീമിനോട് ചേർന്ന് ഈ കാണുന്ന ഇതുണ്ടല്ലോ, ഇതാണ് നമ്മൾ താമസിച്ച കോട്ടേജ്. നമുക്കിനി പോയിട്ട് റൂമിൻ്റെ ഉള്ളത്തെ വിശേഷങ്ങൾ കാണാം. ഈ റൂമത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സീൻ ഞാൻ കാണിച്ചത്. ഇത് നമ്മുടെ റൂം എന്നുള്ള വ്യൂ ആണ്. രാവിലെ കിടക്കാൻ നോക്കണ്ട, ഞങ്ങൾ കിടന്നലങ്കൂലായി പോയതാണ്. പക്ഷേ ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ, രാവിലെ സമയത്ത് നമ്മളെ ബെഡിൽ നിന്ന് നേരെ കാണുന്നൊരു കാഴ്ചയാണ്. ഈ റൂമിൽ നിന്ന് രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണിച്ചത് കേട്ടോ. കാരണം ഇത് ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ഈ ഒരു ബ്യൂട്ടി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കുട്ടികളൊക്കെ നീറ്റിട്ട് ഇത് കൂടെ പുഴയത്തെ സൗണ്ടും അതേമാതിരി കിളികളെയൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അടിപൊളിയല്ലേ? ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ ബാൽക്കണി. കാണിച്ചാൽ ഇവിടുന്ന് ഇവിടേക്കുള്ളൊരു വ്യൂ ഉണ്ടോ? ഇത് കണ്ടില്ലേ, നമ്മളെ ബാൽക്കണിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. ഇന്നലെ നമ്മൾ കണ്ടപ്പം കലങ്ങി മറിഞ്ഞ റിവറായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ മാറി നല്ല അടിപൊളി വെള്ളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി താഴെ പോയിട്ട് കുറച്ച് നേരം
വെള്ളത്തിലും കൂടി ഒന്ന് ഇറങ്ങി കളിക്കാം. ഇവിടെ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നല്ല ഒരു ഫോറസ്റ്റിക് അറ്റ്മോസ്ഫിയറാണ്. കിട്ടില്ലെന്നാണ് കേട്ടോ ഇവിടെ. രാത്രിയൊക്കെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊള്ളിച്ച സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറമേ നിന്നുള്ളൊരു വിഷ്വൽ. താഴെയും മുകളിലുമായിട്ട് 2 കോട്ടേജസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നും താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് നമ്മളെ സ്ട്രീമിലേക്ക് എത്തുക. റൈറ്റ് സൈഡിലായിട്ട് കാണുന്നതും ഒക്കെ കോട്ടേജസാണ്. ഇപ്പം നമ്മൾ സ്ട്രീമിലേക്ക് ഇറങ്ങുമ്പം ലെഫ്റ്റ് സൈഡിലായിട്ട് ആ സ്ട്രീമിൻ്റെ വക്കത്തോട് ചേർന്നിട്ടാണ് അവരുടെ ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു തൂക്കുപാലം ടൈപ്പ് സാധനമാണ്, അഡ്വഞ്ചറാണ്. നമുക്ക് അഡ്വഞ്ചർ അത്ര താല്പര്യമില്ല. അവിടെ തൽക്കാലം നമ്മൾ സ്ട്രീമിലേക്ക് ഇറങ്ങിയിട്ട് സ്ട്രീം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു. നമ്മളെ പുഴ കലക്കൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടുണ്ട്. താഴേക്കൊക്കെ നല്ലോണം കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ അത്ര ആഴമൊന്നും തോന്നുന്നില്ല, പക്ഷെ നല്ലൊന്ന് ഇറങ്ങി വെക്കാം. അയ്യടാ, നമ്മളെ ബാറ്ററി തീരാനായി ഗോപ്രോൻ്റെ. അതുകൊണ്ട് വെള്ളത്തിനടിയിൽ നിന്നുള്ള വിഷ്വൽസ് ഒന്നും അധികം കിട്ടില്ല. കുറച്ച് ഫോട്ടോസ് ഞങ്ങളിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ജംഗിൾ ബീച്ചിലെ സ്റ്റേ കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണ്. പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ റെഡിയാക്കി, വണ്ടിയൊക്കെ സെറ്റായിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. കുട്ടികളൊക്കെ ആത്തുണ്ട്. അപ്പോൾ നമുക്കിനി പോകുന്ന വഴിക്ക് 2-3 സംഗതികൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്ന് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ജംഗിൾ ബീച്ചിൽ സ്റ്റേ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒന്ന് നെല്ലറച്ചാൽ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. നെല്ലറച്ചാൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് കാണിച്ചു തരാം. പക്ഷേ അതിന് മുന്നേ നമുക്ക് ജംഗിൾ ബീച്ചിനെ പറ്റിയിട്ടുള്ള റിവ്യൂ പറയട്ടെ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ബാണാസുര ഹിൽസ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആൾക്കാർ ഒന്ന് പോയി കാണണം കേട്ടോ. മുകളിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ബാണാസുരൻ്റെ വീഡിയോ പോയി കാണാൻ നല്ല കിടിലൻ ട്രക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ ജംഗിൾ ബീച്ചിൽ വന്നത്. രാത്രിയായിരുന്നു എത്തുമ്പോൾ മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു എന്താ പറയുക എക്സ്പോഷർ കിട്ടിയില്ല. നല്ല മഴയത് കാരണം നമ്മൾ റൂമിൽ കയറി. റൂമിൽ അടിപൊളി നല്ലൊരു എന്താ പറയുക നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ജംഗിൾ ബീച്ച്. പേര് പോലെ തന്നെ നല്ല അടിപൊളി ഒക്കെ നല്ല ട്രീ ഹൗസ് ടൈപ്പ് പ്രോപ്പർട്ടീസ് ആണ്. മെയിൻലി കപ്പിൾസിനാണ് അത് വെച്ചേക്കുന്നത്. കപ്പിൾസിനാണ് മെയിനായിട്ട് അട്രാക്ഷൻ അവിടുത്തെ. പക്ഷേ അതിലൊരു നമുക്കൊരു തോന്നിയൊരു ഡ്രോബാക്ക് എന്നുള്ളത് ഒരു ഓരോ കോട്ടേജിലേക്കും നമുക്ക് മറ്റേ റിസപ്ഷനിലേക്ക് കണക്ഷൻ ഇല്ല. ഒരു കോൾ ഉണ്ട്, ഒരു കോൾ ഇങ്ങനത്തെ റിസോർട്ടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവറേജ് ഇല്ലാത്ത ഒരു റിമോട്ട്ലി സ്ഥലങ്ങളിലായിരിക്കും. കാരണം ആൾക്കാർ ഈ തിരക്കുന്നൊക്കെ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് അവർ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് സർവീസിന് റൂം സർവീസിന് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം റൂമിൽ എന്താ പറയുക EPBS അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. പിന്നെ നമുക്ക് കോണ്ടാക്ട് തന്നത് തന്നെ ഒരു മൊബൈൽ നമ്പറാണ്. അത് പലപ്പോഴും ഔട്ട് ഓഫ് കവറേജ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഔട്ട് ഓഫ് കവറേജ് ആയിരിക്കും. അതെ, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ്. അപ്പോൾ ഞാനത് മാനേജ്മെൻറ്റായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് അവർ റീഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ. കാരണം കോവിഡിൻ്റെ ഇഷ്യൂസ് ഒക്കെ മാറി റീഓപ്പൺ ചെയ്തിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഓരോരോ ഇഷ്യൂസും അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു നമുക്ക് ഫീൽ ചെയ്തൊരു സംഗതിയാണ്. ഇപ്പോൾ നെക്സ്റ്റ് ടൈം ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ വന്ന എല്ലാ സ്റ്റാഫും നന്നായി കോപ്പറേറ്റ് ചെയ്തു. നല്ല റൂം സർവീസ് കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. എല്ലാവരും നല്ല അടിപൊളിയാണ്. ഫുഡ് ആണെങ്കിലും അടിപൊളി ഫുഡാണ്. നല്ല ഒരു ആംബിയൻസും ക്രിയേറ്റ് ചെയ്യുന്ന റൂമാണ്. പ്രത്യേകിച്ച് നമ്മൾ ആ കണ്ട ആ വിൻഡോ ഉണ്ടല്ലോ, നേരെ ആ റിവറിലേക്ക് വ്യൂ ആയിക്കൊണ്ടുള്ള വിൻഡോ, അതൊരു പൊളിച്ച സംഗതിയാണ്. ബാൽക്കണി രാത്രിയൊക്കെ നല്ല അടിപൊളി. കാരണം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നേരെ നമ്മൾ ചിൽഡായിട്ടിരിക്കാൻ പറ്റും. മൊത്തത്തില് അടിപൊളി സംഭവമാണ്. പക്ഷെ ഈ ഒരു കാര്യം കണക്ടിവിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റിസോർട്ടാണ് ജംഗിൾ ബീച്ച്. കണക്ടിവിറ്റി ആ ഒരു പ്രശ്നം മാത്രം ഒഴിവാക്കി നിർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പാണ്. അപ്പോൾ വരുമ്പോൾ എന്തായാലും നേരത്തെ വരിക.
കാരണം എന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. രാത്രി പിന്നെ അതിന്റെ ആ ഒരു ആംബിയൻസ് ഫീൽ ചെയ്യുന്നില്ല. അത് പക്ഷെ നമ്മളവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതെ, ആ റിവറിലൊക്കെ ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിവറിൽ ഇറങ്ങാൻ പറ്റും. പിന്നെ പ്രോപ്പർട്ടീസും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി നിങ്ങൾക്ക് ഇവിടെ തന്നെ അവർ അറേഞ്ച് ചെയ്യുന്ന ഓഫ് റോഡ് കാര്യങ്ങളും അതേമാതിരി ഇവിടുന്ന് ഓഫ് റോഡ് ട്രക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ സ്ഥലത്തേക്കുള്ള ട്രക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇവിടുന്ന് അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ നമുക്ക് നല്ലൊരു റിസോർട്ടാണ്. നമുക്ക് ഫീൽ ചെയ്തത് ഈ ഒരു ഇഷ്യൂ മാത്രമാണ്, കമ്മ്യൂണിക്കേഷന്റെ ചെറിയൊരു ഇഷ്യൂ. അപ്പൊ അത് ഒഴിവാക്കി നിർത്തില്ലെങ്കിൽ ഒരു കിഡിലൻ റിസോർട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന ആൾക്കാർ ജംഗിൾ ബീച്ചിൽ വരിക. മേപ്പാടി അടുത്താണ് ഈ റിസോർട്ടുള്ളത്. 5-6 കിലോമീറ്റർ ഉള്ളിലാണ് നമ്മുടെ ജംഗിൾ ബീച്ച് റിസോർട്ടുള്ളത്. അപ്പോൾ നമ്മൾ ജംഗിൾ ബീച്ചിന്റെ റിവ്യൂയോട് കൂടി നമ്മൾ ഇവിടുത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ചെറിയൊരു വ്യൂ പോയിന്റിലേക്കാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ മുന്നേ ഈ ജംഗിൾ ബീച്ചിൽ വന്ന ആൾക്കാർ അതിനെ പറ്റിയുള്ള അഭിപ്രായം ഇതൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. പറയാം, ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ഇനിയും വരുന്നതായിരിക്കും. അതിലേക്ക് ബൈ.